ഇനിയിപ്പോൾ എനിക്കൊരു അടുത്തൊരു വണ്ടി എടുക്കാനൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ യമഹയുടെ ഒരു വണ്ടിയാണ്. ഗൈസ്, നമ്മുടെ RC3 എൻ്റെ അടുത്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് റൈഡാണ്. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് വണ്ടി റൈഡ് ചെയ്താണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ വണ്ടി ഫുൾ റീസ്റ്റോറൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് റൈഡാണല്ലേ. ഇപ്പോൾ നമ്മൾ കോട്ടയം വഴി പോകുന്നതുകൊണ്ടൊക്കെ റോഡൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്ന് എത്തി. ഏകദേശം ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് വണ്ടിയിൽ ചെറിയൊരു സംഭവങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുകയാണ്. വണ്ടിയിൽ ഫുൾ ബോഡി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പോകുകയാണ്. അതായത് ടാങ്കിൻ്റെ ഭാഗത്തേക്ക് ഫുൾ മാറ്റ് ഫിനിഷും സൈഡിൽ ഫുൾ ക്ലോസ് അങ്ങനെയൊക്കെ ആക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ വണ്ടിയിൽ നമ്മുടെ ഡ്യൂക്ക് ആയാലും എക്സ്പെൻസ് ആയാലും നമ്മുടെ ഓട്ടോടോക്സ് കയറിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലും നമുക്ക് ഓട്ടോടോക്സ് കയറി ഇതിൻ്റെ ഫുൾ ബോഡി ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം വിടാൻ കഴിയും. ഓക്കെ, എറണാകുളം അമ്പാട്ടുകാവ് പില്ലർ നമ്പർ 137 നമ്മുടെ ഓട്ടോടോക്സ് കൊച്ചിയിൽ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. നേരെ അവിടെ ഒറ്റ സ്ട്രെച്ചിൽ നേരെ വരണേ. ഇതാ ഇടയ്ക്ക് 1-2 ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മുടെ RC ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് ബ്രേക്ക് പെയിൻ, എനിക്ക് ഓൾറെഡി നേരത്തെ ബ്രേക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ചെറിയൊരു പെയിൻ ഇപ്പോഴും ഉണ്ടായിരുന്നു. വണ്ടി അല്ലാതെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇറിറ്റേഷൻ ഒരു നെഗറ്റീവ് ഫീൽ തന്നിട്ടില്ല കേട്ടോ. അവിടെ നല്ല റോഡും കൂടെ ആയതുകൊണ്ട് അടിച്ച് വലിയ വരണേ. ഇതാ നമ്മുടെ വണ്ടിയിൽ PPF ചെയ്യുന്ന പാർട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ടാങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് പീസ്, താഴത്തെ അണ്ടർബെല്ലി, ഫ്രണ്ട് മൾഗാർഡ്, ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു പീസൊക്കെ ഫുള്ള് ബെൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ കട്ടിങ് ഒക്കെ ഓരോന്ന് പറഞ്ഞ് അവിടെയൊന്നും വലിയ സീനില്ലാത്ത ഭാഗമാണ്. അപ്പം വേറെ ഇതിൻ്റെ അകത്ത് ഗ്ലോസ് ചെയ്യാൻ നേരത്തെ ഞാനിപ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാൻ ചെറിയൊരു പീസ് ഗ്ലോസ് ഇവിടെ ഒട്ടിക്കുക. ഗ്ലോസ് ചെയ്യാൻ നേരത്തെ ഈ മാറ്റിൻ്റെ ലുക്ക് പോയി ഇതേപോലെ തിളങ്ങി നിൽക്കും. PPF ചെയ്യാതിരുന്നുള്ള ദോഷങ്ങളാണ് കേട്ടോ. ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ടുവരുന്നപ്പോൾ തന്നെ ഇവിടെ ഇത്രയും ഭാഗത്ത് സ്ക്രാച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ PPF ഒടിച്ചത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇരുന്നപ്പോൾ വേറെ ഒരു സ്ക്രാച്ച് എനിക്ക് വീണിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം നിനക്ക് ഈ പീസായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ആദ്യം വണ്ടിയുടെ വാഷിക്കാണ്. ഫുൾ വാഷ് ചെയ്തിട്ട് നമുക്ക് PPFിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ മാറ്റ് PPF കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സ്റ്റോക്ക് മാറ്റ് എങ്ങനെ ഇരിക്കും അതേ സെയിം ലുക്ക്, അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഗ്ലോസിനെസ് ആയിട്ട് ഇരിക്കും കേട്ടോ. എന്നാൽ ഗ്ലോസി ആവത്തുമില്ല, മാറ്റിൻ്റെ ഒരു ഗ്ലോസി എന്നൊക്കെ പറയാം കേട്ടോ. ആ രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷിങ് PPF ആണ് കേട്ടോ. ഇതിന് നമുക്ക് 3 ഇയർ 5 ഇയറൊക്കെ വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ വാറണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഈ PPFിൻ്റെ ക്വാളിറ്റിയിലനുസരിച്ചാണ്. നമുക്കിപ്പോൾ 5 ഇയറൊക്കെ വരാൻ നേരത്ത് ഇതിൻ്റെ ഈ സ്ക്രാച്ച് അബ്സർവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഹൈഡ്രോഫോബിക് എഫക്റ്റ്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി കുറച്ചും കൂടെ കൂടും. അപ്പോൾ പുതിയ വണ്ടിയൊക്കെ ആരെങ്കിലും ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന് PPF ചെയ്ത്, എറണാകുളം സൈഡിലുള്ളവരാണെങ്കിൽ നേരെ നമ്മൾ ഓട്ടോടോക്സിൽ കൊണ്ടുവന്ന് PPF ചെയ്തു കേട്ടോ. ഓക്കെ, വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരിക. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വിളിച്ചിട്ടാണ് ഇന്ന് എത്തിയത് കേട്ടോ. ഓക്കെ, അപ്പം PPF ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫ്രണ്ട് മൾഗാർഡിൽ നമ്മൾ മാറ്റ് ഫിനിഷിങ് PPF ആണ് കൊടുത്തിട്ടുള്ള. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഗ്ലോസി PPF സൈഡ് ടാനിൽ കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. PPFിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാങ്ക് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൈഡിലത്തെ വൈറ്റ് പീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സെറാമിക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടൈം എടുക്കും. അതായത് വൈകുന്നേരം 5 മണി സെറാമിക് അപ്ലൈ ചെയ്താൽ ഒരു ദിവസമൊക്കെ വച്ചേക്കണമെന്നാണ് പറഞ്ഞാൽ. ഇത് നമുക്കിപ്പോൾ അതിൻ്റെതായിട്ട് നമുക്ക് എടുത്തല്ലേ വെക്കുള്ളൂ. അപ്പം എന്തായാലും നല്ല സമയം എടുക്കും. വൈകുന്നേരം 5 മണിയൊക്കെ ആവും എല്ലാം കഴിയാൻ തരും. 5 മണി കൂടുതലാണെങ്കിലുള്ളൂ ഈ സെറാമിക് കൂടെ ഉള്ളതുകൊണ്ടേ. അപ്പം ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. മെട്രോയിൽ കയറി ലുലു മാൾ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഓക്കെ വരുമ്പോൾ സെറ്റാകൂല വണ്ടി. സെറ്റ്. അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ.
തൊട്ടടുത്ത് തന്നെ. അപ്പോൾ PPP ചെയ്യാൻ വന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മളെ കൊച്ചി ലുലുമാളിൽ പോയി കറങ്ങാനായിട്ട് പറ്റും. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് പൈസ അങ്ങോട്ട് പൊട്ടിച്ച് കളയാൻ പോകണല്ലേ? അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് മെട്രോ കയറിയിട്ട് നേരെ ലുലുമാളിൽ ഇറങ്ങാം. ഗായ്സ്, ഇപ്പോൾ പിറ്റേ ദിവസം ഓട്. അപ്പോൾ ഇന്നലെ വണ്ടി സർവീസൊക്കെ ചെയ്ത് ഞാൻ പിന്നെ വിചാരിച്ചു വണ്ടി ഒരു ദിവസം ഫുൾ അവിടെ തന്നെ വെച്ചേക്കെന്ന് വിചാരിച്ചേട്ടാ. നൈറ്റ് ഇന്നലെ പിന്നെ ഞാനും വിഷ്ണുവും മല്ലിക്കൊച്ചി നമ്മൾ ഫുൾ അതെ നൈറ്റ് ഫുൾ കറങ്ങി അടിച്ച് കാറിൽ അടിച്ച് പൊളിച്ച് നിന്ന് ഇന്ന് രാവിലെ തിരിച്ച് നമ്മുടെ RC390 നേരിട്ട് കാണാനായിട്ട് അളിയെ വണ്ടി നേരിട്ട് കണ്ടില്ല. തീയാണ് വണ്ടി. ഓക്കെ, അപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ കുറച്ച് എക്സൈറ്റിംഗ് ഉണ്ട് കേട്ടോ. അതായത് ചേസിൻ്റെ ഭാഗത്ത് സെറാമിക്കൊക്കെ ഇടാന്ന് കരുതിയത് കുറച്ച് നല്ല ഷൈനിങ് കിട്ടും. അത്രയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വണ്ടി നേരിട്ടപ്പം ഇന്നലെ കാണാനായിട്ട് പോവുകയാണ്. PPF കംപ്ലീറ്റ് എല്ലാം ചെയ്ത് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഓട്ടോഡോക്സിൽ പോയിട്ട് വണ്ടി നമ്മളെ ഓട്ടോഡോക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി അകത്തിരിപ്പുണ്ട്. വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ വണ്ടി പക്ക നീറ്റായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പോയപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ സെറാമിക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസത്തെ ഡിലേ വന്ന് അതുകൊണ്ടൊക്കെ തന്നെ വണ്ടി പക്ക എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ നരച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ സെറാമിക് ചെയ്തതോടെ അതൊക്കെ ഒരു പക്ക ന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലാപ്പൊക്കെ ഇല്ലേ, ചെയിൻ്റെ ഇവിടുത്തെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ സെറാമിക് കൂടെ അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു ബ്ലാക്ക് കുറച്ചും കൂടെ തെറിച്ച് നിൽക്കുന്ന ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടാങ്കിൻ്റെ PPFിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ ആ പെയിൻറ്റിൻ്റെ ആ സെയിം ക്വാളിറ്റിയില്ല മാറ്റ് PPF ആയിട്ട് ആ സെയിം മാറ്റ് ഫിനിഷോടെ തന്നെ ഈ ടാങ്കിൻ്റെ പോർഷനും അതുപോലെ തന്നെ ഫ്രണ്ട് മൾഗാൻ്റെ പോർഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കിറ്റ് പയ്യ വാൻഡിയുടെ PPF ആയതുകൊണ്ട് തന്നെ ഇതും കുറച്ചൊരു നേരത്തെ സ്റ്റിക്കർ മാത്രമല്ല അതിൻ്റെ മുകളിൽ കൂടെ ക്ലിയർ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് PPF കൂടെ ചെയ്തപ്പോൾ ആ സ്റ്റിക്കർ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോസിനെസ് ഫിനിഷ് ആ സ്റ്റിക്കറിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി മൊത്തത്തിലൊന്ന് കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓക്കെ, വണ്ടി നമുക്ക് ഇനി പുറത്തോട്ട് ഇറക്കാം. കുറച്ചും കൂടെ തിളക്കം ഇനി നമുക്ക് ഔട്ട്ഡോറിലോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ബ്രോ, അശ്വിൻ ബ്രോ, താങ്ക് യു സോ മച്ച്. വലിയ അടുത്ത വണ്ടിയും കൊണ്ട് തരാം. ഓക്കെ ബ്രോ. അപ്പോൾ ഓട്ടോഡോക്സിൽ നിന്ന് അപ്പോൾ ഇറങ്ങിയാണ്. നമ്മുടെ സച്ചിനാണ് ഇവിടുന്ന് വണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പം RC ഒന്ന് ഓടിച്ച് നോക്കാൻ കൊടുത്തതാ. ഓടിച്ച് നോക്കിയിട്ട് അവൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് കേൾക്കാം. വണ്ടി ഒരു രക്ഷയില്ലട്ടോ, പറക്കണ് സെറ്റ് പറക്കണ വണ്ടി ജില്ലെന്ന് പറഞ്ഞേക്കണ് ബൈയാടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് PPF വർക്കും സെറാമിക് വർക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ രാത്രി എടുക്കണം, നേരെ ഇനി ട്രിവാൻഡ്രം. ഇന്ന് നൈറ്റ്, അതായത് ഇവിടുന്ന് വണ്ടി ഓടിച്ച് നേരെ വീട്ടിൽ ചെല്ലണം, കാർ എടുക്കണം. അവിടുന്ന് നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ട് കേട്ടോ. ആ ട്രിപ്പിന് പോകാനായിട്ട് പോകാനായിട്ടാ ഇന്ന് വൈകിട്ട്. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ബ്ലോക്ക് വരുമ്പോൾ RCയുടെ ഈ മിറർ ജസ്റ്റ് ഇങ്ങനെ മടക്കി വയ്ക്കണം, എങ്കിലേ പോകാം കോള്. എന്നിട്ട് ഇങ്ങനെ കുത്തി തേക്കാതിരിക്കാറ്. അപ്പോൾ ഇതേപോലെ പോലീസുകാർ അവിടെ നിൽക്കും. അപ്പോൾ പയ്യ വണ്ടി സ്ലോ ആക്കും, ഇവിടെ നിൽക്കും. ഇനി കുത്തി കയറ്റിയാൽ അവർ പിടിച്ച് ക്ലിപ്പിടും. അപ്പം കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ RC കൊണ്ട് നമ്മൾ ഈ ഒരു കൊച്ചി ട്രിപ്പ് പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു 20 കിലോമീറ്റർ റെസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വണ്ടി അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ ചെയ്ത വർക്കാണോ എന്തോ, എല്ലാ സാധനവും ബ്രാൻഡ് ന്യൂ സാധനമാണ്. ഇപ്പോൾ ടയറായാൽ തന്നെ ഫോർക്ക്, ഡിസ്ക് പാഡ് എല്ലാം ബ്രാൻഡ് ന്യൂ സാധനമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വണ്ടി പക്ക കണ്ടീഷൻ, പക്ക സ്മൂത്ത്, പക്ക പെർഫോമൻസ് കൂടെയാണ്. അതാണ് ഞാനിപ്പോൾ എൻ്റെ ഡ്യൂക്കിന് പോയാലും ഞാൻ ടയേർഡാവും. അതായത് എനിക്ക് ക്ഷീണം വരത്തില്ല. എനിക്ക് ഡ്യൂക്കിന് മുമ്പ് ഒരു 3 വർഷം മുമ്പായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. ആ ഒരു സമയത്ത് എനിക്ക് ബേക്കിന് നട്ടലിന് ചെറിയൊരു ഇഞ്ചുറി പറ്റി. അത് ചികിത്സിക്കാനൊരു സ്ഥലമില്ല. തടവാൻ പോയി, അക്യുപഞ്ചർ, കപ്പിങ്, അങ്ങനെ ഒരുപാട് സാധനത്തിൽ ഞാൻ പോയിട്ടോ. അതാർക്കും ശരിയാക്കാൻ പറ്റില്ല. ഡോക്ടർമാർ ഒരു കൈമർത്തിയ സാധനമാണ്. ഇപ്പോഴും അത് ചികിത്സിക്കാൻ ആളുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. അത്രയ്ക്കും നല്ലൊരു പെയിനാണ് ആ ഒരു പെയിൻ. അതായത് എനിക്കിപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ മാത്രമല്ല, ചുമ്മാ നടന്നാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാലും ഈ ബാക്ക് പെയിൻ വരും. അതുകൊണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ മാത്രമല്ല
ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഈ ബാക്ക് പെയിൻ ഒഴിച്ച് വേറെ ഒരു പ്രശ്നവുമില്ല. ഈ ബാക്ക് പെയിൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രാജാവാണ്. ഈ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കളായിരുന്നു. എനിക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് ഇരിക്കുന്ന ഭാഗത്തൊരു ഇഷ്യൂ ഇല്ല, കഴുത്തിൻ്റെ ഇഷ്യൂ ഇല്ല. ഇതേപോലെ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കാനകത്ത് പ്രശ്നമെന്ന് വെച്ചാൽ കൈ നല്ല പെയിൻ വരും. പക്ഷേ ഈ ഗ്ലൗസ് ഇട്ടപ്പം അതിൻ്റെ പെയിൻ പോലും ഇല്ല കേട്ടോ. സാധാ ഒരു ബൈക്ക് ഓടിക്കുന്ന കണക്ക് തന്നെ. പിന്നെ കുറച്ചുകൂടി നമുക്ക് സ്പോർട്ടിയായിട്ട് ഓടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. എനിക്ക് സത്യമായി ഇങ്ങനെ ഓടിക്കാൻ അധികം അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ വണ്ടി ഇങ്ങനെ ഓടിക്കാറുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി കയറി ഇങ്ങനെ ഇരുന്ന് ഒരു സ്റ്റൈലിഷായിട്ട് ഇരുന്ന് ഒരു എന്താണ് ഒരു പ്രൗഡി എന്നൊക്കെ തോന്നുന്ന കണക്കത്തൊരു ഫീലാണ് ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്നത് എനിക്ക്. ഈ ഒരു ബാക്ക് പെയിൻ അതാണ് എനിക്ക് വിഷയം. അത് ഈ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ല, ഏത് ബൈക്ക് ഓടിച്ചാലും എൻ്റെ പരിപ്പളവും അത്രയ്ക്ക് വേണ്ടിയുണ്ട്. അത് രണ്ട് നട്ടലിൻ്റെ രണ്ട് സൈഡിൽ നീരിങ്ങനെ കെട്ടി കിടക്കാം. അപ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും ഒരു മടിയാണ്. കുറേ നേരം ജോലി ചെയ്യാൻ നേരത്ത് കഴുപ്പ് കാണാൻ ഞാൻ പേടിച്ച് പോകും. അങ്ങനെയൊക്കെയുള്ളൊരു മടിയാണ്. ഇതേപോലെയുള്ളൊരു ദൂരയാത്ര പ്ലാൻ ചെയ്യുമ്പം അതിന് ഒരു വിഷമം വരും. അല്ലെങ്കിൽ ആരെങ്കിലും ബേക്കിൽ നിന്ന് ഇങ്ങനെ തിരുമ്പുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുക. സത്യം ഞാൻ വണ്ടിയെ പറ്റി പറയാനാണ് ക്യാമറ ഓണാക്കിയത്. ഇപ്പോൾ എൻ്റെ നട്ടലിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. പിന്നെ വണ്ടിയിൽ ചെയ്ത ഏറ്റവും ബെസ്റ്റ് അപ്ഡേഷൻ തോന്നിയ ഒരു സംഭവം കേട്ടോ ഈ ഒരു അഡ്ജസ്റ്റബിൾ ഫോർക്ക്. അതെനിക്ക് നല്ല രീതിക്ക് യൂസായി. ഞാനിപ്പോൾ ഒരു മെയിൻ റോഡിലായതുകൊണ്ട് ഹാർഡിലിട്ടാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് എന്നാണ് ഈ ഒരു ഫോർക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ. ഞാൻ സസ്പെൻഷൻ്റെ ഫീൽ കുറച്ചിട്ടപ്പോൾ അവിടെ എനിക്ക് നല്ലൊരു വ്യത്യാസം കിട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. എനിക്കറിയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PP ഫോർക്കിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. അതെടുക്കാനായിട്ടാണ് നമ്മൾ കൊച്ചിയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് അതൊരു കണ്ടൻറ്റാക്കി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ കണ്ടൻറ്റ് ക്ഷാമം വീണ്ടും വരും. അതായത് എടുത്ത് വെച്ച വണ്ടിയുടെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കൊരു അടുത്തൊരു വണ്ടി എടുക്കാൻ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ യമഹയുടെ ഒരു വണ്ടിയാണ്. ഏതായിരിക്കും എന്തായാലും പുതിയ വണ്ടികളൊന്നും ഞാൻ എടുക്കില്ല. ഒരു RX 135. എല്ലാവരും നോണായല്ലേ കേട്ടപ്പോൾ. ആ ഒരു വണ്ടി എടുക്കാനൊരു പ്ലാനാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ NS 200 ജസ്റ്റ് ഒന്ന് സെയിലാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചിലപ്പം അതൊന്ന് സെയിലാക്കിയിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് എനിക്കൊരു RX 135 എടുക്കണം. വണ്ടികൾ കിട്ടുന്നുണ്ട്, പക്ഷേ എല്ലാം നല്ല പണിഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന വണ്ടികളാണ്. എനിക്ക് അങ്ങനത്തെ വണ്ടികൾ വേണ്ട. എനിക്ക് എൻജിൻ പോലും കണ്ടീഷൻ ആവാത്ത വണ്ടി മതി. അതാകുമ്പോൾ അത്ര റേറ്റ് അടിച്ച് കിട്ടുമല്ലോ. എന്നിട്ട് അത് നമുക്ക് ഒന്നേന്ന് റീസെറ്റ് ചെയ്യണം. എൻജിൻ വരെ പൊളിച്ച് റീസെറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടാവും? അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഒരു 30-35 റേറ്റിലൊക്കെ ഒരു RX 135 കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കണം, എന്നിട്ട് പണിയണം. അതാണ് അടുത്ത നമ്മുടെ പ്രോജക്റ്റ്. ഓക്കെ, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. റീസ്റ്റോറേഷൻ്റെ എമൗണ്ട് എത്രയായിരുന്നു കുറച്ച് ആൾക്കാർ കമൻറ്റ് അയക്കുന്നുണ്ടായിരുന്നു. അതും പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ വണ്ടി ചെയ്തിട്ടുള്ള ഓരോ പാർട്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. വണ്ടിയെ പറ്റി എല്ലാം പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗായ്സ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.